ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ചതുർവിംശ സർഗഃ. രാക്ഷസീ തർജനം. രാക്ഷസികൾ സീതയെ ഭയപ്പെടുത്തുന്നു. തത സീതാമുപാഗമ്യ രാക്ഷസ്യോ വികൃതാനനാഃ പരുഷം പരുഷാ നാര്യ പൂജോസ്താം വാക്യമപ്രിയം. അതിനുശേഷം വികൃതമുഖികളായ ക്രൂരരാക്ഷസികൾ സീതാസമീപമെത്തി പരുഷവും അപ്രിയവുമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. കിം ത്വം അന്തപുരേ സീതേ സർവഭൂതമനോഹരേ മഹാർഹശയനോപേദേ നവാസം ഹനുമന്യസേ. അലയോ സീതേ, എല്ലാവർക്കും പ്രിയപ്പെട്ടതും ശ്രേഷ്ഠ ശയ്യകളോട് കൂടിയതുമായ രാവണന്റെ അന്തപുരവാസം നീ എന്തുകൊണ്ടാണ് സമ്മതിക്കാതിരിക്കുന്നത്? മാനുഷീ മാനുഷസൈവ ഭാര്യ ത്വം ബഹുമന്യസേ പ്രത്യാഹര മനോരാമാൻ നൈവം ജാതു ഭവിഷ്യസേ. മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യന്റെ ഭാര്യയായിരിക്കുന്നതിനെ മാത്രം നീ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുകയില്ല. രാമങ്കൽ നീ മനസ്സിനെ പിന്തിരിച്ചാലും ത്രൈലോക്യവസുഭോക്താരം രാവണം രാക്ഷസേശ്വരം ഭർത്താരം ഉപസംഗമ്യ വിഹരസ്വായതാസുഖം. മുപ്പാരിലുമുള്ള വിശിഷ്ട ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്ന രാക്ഷസ രാജാവായ രാവണനെ ഭർത്താവായിട്ട് വെച്ച് യഥേഷ്ടം രമിച്ചാലും മാനുഷീ മാനുഷം തം തോ രാമമിച്ഛസി ശോഭനെ രാജാഭ്രഷ്ടമസിദ്ധാർത്ഥം വിക്ലവം ത്വമനിന്ദിതേ. രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനും ഭഗ്നാശനും ദുഃഖിക്കുന്ന മനുഷ്യനുമായ ആ രാമനെ തന്നെ സൗഭാഗ്യവതിയും അദോഷയും മാനുഷിയുമായി നീ ആഗ്രഹിക്കുന്നു, അയാളോട് ചേരുവാൻ കൊതിക്കുന്നു. രാക്ഷസീനാം വജശ്രുത്വാ സീതാ പത്മനിപേക്ഷണ നേത്രാഭ്യാം അശ്രുപൂർണാഭ്യാം ഹിതം വചനമബ്രവീത്. പത്മനേത്രയായ സീതാദേവി രാക്ഷസികളുടെ വാക്കുകേട്ട് നിറമെഴികളോടെ ഇപ്രകാരം പറഞ്ഞു. യദിദം ലോകവിദ്ദിഷ്ടം ഉദാഹരത സംഗത നൈതൻ മനസ്സി വാക്യം മേ കിൽവിഷം പ്രതിവാദിവ. നിങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ നിന്ദ്യവും പാപഭംഗിലവുമായ വാക്യങ്ങൾ എൻ്റെ മനസ്സിന് ചേരുന്നതല്ല, അവ ശരിയാണെന്ന് തോന്നുന്നില്ല. ന മാനുഷീ രാക്ഷസസ്യ ഭാര്യ ഭവിതുമർഹതി കാമം കാതതമാം സർവ ന കരിഷ്യാമി വോ ഭജ. മനുഷ്യ സ്ത്രീ രാക്ഷസന്റെ ഭാര്യയായിരിക്കാൻ യോഗ്യയല്ല, അങ്ങനെ പാടില്ല. എല്ലാവരും കൂടി എന്നെ കടിച്ച് തിന്നുകൊള്ളുക, ഞാൻ നിങ്ങളുടെ വാക്ക് സ്വീകരിക്കുകയില്ല. ഹീനോവാ രാജഹീനോവാ യോ മേ ഭർത്താ സമേ ഗുരു തം നിത്യം അനുരക്താസ്മി യഥാ സൂര്യം സുവർച്ചല. എൻ്റെ ഭർത്താവായ അദ്ദേഹം രാജപുരുഷനായാലും ക്ലേശപരമ്പരകളിൽപ്പെട്ടവനായാലും എനിക്ക് എപ്പോഴും ഗുരുവും ആദരണീയനുമാണ്. ആദിത്യനെ സുവർച്ചലാദേവി എന്ന പോലെ ഞാൻ അദ്ദേഹത്തിന് അനുയോജ്യയുമാണ്. സൂര്യന്റെ പത്നിയാണ് സുവർച്ചലാദേവി. യഥാ ശചീ മഹാഭാഗ ശക്രം സമനുതിഷ്ഠതി അരുന്ധതി വസിഷ്ഠം ജ രോഹിണി ശശിനം യഥാ യോപാമുദ്ര യഥാഗസ്ത്യം സുകന്യാ ചവനം തഥാ സാവിത്രി സത്യവന്തം ച കപിലം ശ്രീമതി യഥാ സൗദാസം മതയന്തീവ കേശിനി സഖരം യഥാ നൈഷദം ദമയന്തീവ ഭൈമേ പതിമനുവ്രത തഥാഹം വിക്ഷ്വാകുവരം രാമം പതിമനുവ്രത. ശചീദേവി ഇന്ദ്രനെ, അരുന്ധതി വസിഷ്ഠനെ, രോഹിണി ചന്ദ്രനെ, ലോപാമുദ്ര അഗസ്ത്യനെ, സുകന്യ ചവന മഹർഷിയെ, സാവിത്രി സത്യവാനെ, ശ്രീമതി കപില മഹർഷിയെ, മതയന്തി സൗദാസനെ, കേശിനി സകരനെ, ദമയന്തി നളമഹാരാജാവിനെ വിട്ടുപിരിയാതിരിക്കുന്നത് പോലെ ഞാൻ ഇക്ഷ്വാകുവംശ തിലകമായ ശ്രീരാമൻ എന്ന എൻ്റെ ഭർത്താവിനെ വിട്ടുപിരിയാതിരിക്കാത്തവൾ ആകുന്നു. മതയന്തി ദമയന്തി എന്നിവർക്ക് ഭർത്താക്കന്മാർ കുറഞ്ഞൊരു കാലം പിരിഞ്ഞിരിക്കേണ്ടി വന്നു. പിന്നീട് അവർ ഒത്തുചേർന്ന് ജീവിച്ചു. അപ്രകാരമാണ് തൻ്റെയും അവസ്ഥയെന്ന് സീത സൂചിപ്പിച്ചിരിക്കുന്നു. രാമസമാഗമം തീർച്ചയാണ് എന്ന് ആശയം. സീതായാ വചനം ശ്രുത്വാ രാക്ഷസ്യ ക്രോധമൂർച്ഛിത ഭഗ്നയന്തി സ്മ പരുഷേർ വാക്യേ രാവണജ്യോതിത. രാവണന്റെ ആജ്ഞാകാരികളായ രാക്ഷസികൾ സീതയുടെ വാക്കുകേട്ട് കോപമൂർച്ഛിതകളായി പരുഷവാക്യങ്ങളാൽ അവളെ ഭയപ്പെടുത്തി. അവലീനാസ നിർവാക്യോ ഹനുമാൻ ശിംശുമാദ്രുവേ സീതാം സന്ദർജയന്തിസ്ത രാക്ഷസീരശൃണോത്കവിഃ. ശിംശുഭാവൃക്ഷത്തിൽ ഇലച്ചാർത്തുകൾക്കിടയിൽ മൗനിയായി മറിഞ്ഞിരിക്കുന്ന ഹനുമാൻ സീതാദേവിയെയും
ഭീഷണി മുഴക്കുന്ന രാക്ഷസികളെയും ശ്രദ്ധിച്ചു. താം അഭിക്രമ്യ സംക്രുദ്ധാവേപമാനാം സമന്തത വൃശംസം ലിലിഹോദ്ദീപ്താൻ പ്രലംബാൻ ദർശനച്ഛതാൻ. ക്രുദ്ധകളായ രാക്ഷസികൾ ഭയപ്പെട്ട് പറയ്ക്കുന്ന സീതയുടെ നാലുപാടും ചുറ്റിക്കൂടി പിന്നീട് വരണ്ടതും നീണ്ടതുമായ ചുണ്ടുകളെ നനയ്ക്കുകയും കടിക്കുകയും ചെയ്തു. ഒരു മനുഷ്യമാംസത്തിൻ്റെ രുചി ഓർത്തിട്ടെന്നോണം ആണ് അങ്ങനെ ചെയ്തത്. ചതുരുപായങ്ങളിൽ ഭേദദണ്ഡങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. ഊജുശ്ച പരമക്രുദ്ധ പ്രഗൃഹ്യാശുവരശ്വതാൻ നേയമർഹതി ഭർത്താരം രാവണം രാക്ഷസാധിപം. ഇവളാണോ രാക്ഷസ രാജാവായ രാവണനെ ഭർത്താവായി വരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കോപിഷ്ഠകളായ അവർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തു. സംഭത്യമാനാ ഭീമാഭി രാക്ഷസി വീർവരാനന സാ ഭാഷമുപമാർജന്തി ശിംശുവാം താം ഉപാഗമത്. ഭയങ്കരികളായ രാക്ഷസികളാൽ ഭയപ്പെടുത്തപ്പെട്ട സുമുഖിയായ സീതാദേവി കണ്ണീർ തുടച്ചുകൊണ്ട് ആ ശിംശുവാവൃക്ഷത്തിനടുത്ത് ചെന്നു. ശോകം ഇല്ലാതാക്കുന്നതാണ് അശോകം. അതിനെ ആശ്രയിച്ചാൽ തൻ്റെ ദുഃഖവും ശമിക്കുമെന്ന് സീതയ്ക്ക് തോന്നിയിരിക്കണം. അതിൻ്റെ മുകളിലാണല്ലോ ഹനുമാൻ ഇരിക്കുന്നത്. തതസ്താം ശിംശുമാം സീതാ രാക്ഷസീ ഭീസമാവൃത അഭിഗമ്യ വിശാലാക്ഷി തസ്തോ ശോകപരിപ്ലുത. വിശാലാക്ഷിയായ സീതാദേവി ദുഃഖനിമഗ്നയായി ആ ശിംശുവാ വൃക്ഷത്തിൻ്റെ അടുത്തെത്തി അവിടെ നിന്നു. ചുറ്റും രാക്ഷസികൾ നിലകൊണ്ടു. താം കൃശാന്തീനവദനാം മലിനാം ഭരധാരിണീം ഭഗ്നയാം ചക്രിരേ സീതാം രാക്ഷസ്യസ്ഥാ സമന്തത. കൃശഗാത്രിയും ദീനവദനയും മലിനവസ്ത്രധാരിണിയുമായ സീതയുടെ ചുറ്റും നിന്ന് ആ രാക്ഷസികൾ ഭീഷണികളും അധിക്ഷേപങ്ങളും മുഴക്കിക്കൊണ്ടിരുന്നു. തതസ്മാം വിനതാ നാമ രാക്ഷസീ ഭീമദർശന അബ്രവീകുപിതാകാര കരാള നർണദോദരി. പിന്നെ ക്രുദ്ധരൂപിണിയും ഭീഷണ ദൃഷ്ടിയോടുകൂടിയവളും പെരുവയറിയും വികൃതരൂപിണിയുമായ വിനത എന്ന രാക്ഷസി സീതയോട് പറഞ്ഞു. സീതേ പര്യാപ്തമേതാവ ഭർത്തുസ്നേഹോ നിദർശിത സർവത്രാധികൃതം ഭദ്രേ വ്യസനായോപകൽപ്പതേ. ഭദ്രേ സീതേ, നീ ഇന്നേ വരെ ഭർത്താവിനോടുള്ള സ്നേഹം വേണ്ടത്ര പ്രകടമാക്കിയിട്ടുണ്ട്. വേണ്ടതിലധികം പ്രകടിപ്പിക്കുന്നതും ചെയ്യുന്നതും ഇവിടെയും ദുഃഖത്തിന് കാരണമായി തീരുന്നു. പരിതുഷ്ടാസ്മി ഭദ്രം ദേമാൻഷുഷസ്തേ കൃതോ വിധി മമാഭിതുവജപത്യം ബ്രുവന്ധ്യ കുരു മൈഥിലി. അല്ലയോ മൈഥിലി, ഇക്കാര്യത്തിൽ മനുഷ്യധർമ്മം ഉചിതമാമട്ടിൽ അനുഷ്ഠിച്ച നിന്നോട് എനിക്ക് തികഞ്ഞ സംതൃപ്തിയുണ്ട്. നിനക്ക് ക്ഷേമം ഉണ്ടാകട്ടെ. ഇങ്ങനെ നിന്നെ ആശംസിക്കുന്ന എൻ്റെ പതിത്യമായ വാക്കുകൾ നീ എല്ലാ പ്രകാരത്തിലും അനുസരിച്ചാലും. രാവണം ഭജ ഭർത്താരം സർവരക്ഷസാം വിക്രാന്തം രൂപവന്തം ജ സുരേശമിവവാസവം ദക്ഷിണം ത്യാഗശീലം ജ സർവസ്യ പ്രിയവാദിനം. രാക്ഷസവർഗത്തിനെല്ലാം രാജാവായ രാവണൻ പരാക്രമശാലിയാണ്, സുന്ദരനാണ്, ഇന്ദ്രതുല്യനാണ്, പൗരുഷശാലിയാണ്, ത്യാഗശീലനാണ്, സർവർക്കും പ്രിയം പറയുന്നവനാണ്. അങ്ങനെ എല്ലാം തികഞ്ഞ അദ്ദേഹത്തെ നീ ഭർത്താവായി അംഗീകരിച്ചാലും. 25-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.